ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇത് കണ്ടോ, ഇന്നത്തെ പ്രത്യേകത എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇന്നിപ്പം ഒരാളും കൂടെ ഈ വ്ളോഗിലുണ്ട് കേട്ടോ. പക്ഷേ ജസ്റ്റ് ഒന്ന് നോക്കിയെങ്കിലും ഞാൻ അറിയാണ്ട് തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു കേട്ടോ. അപ്പനും പോനും കൂടെ രാവിലെ പട്ടീനെ കുളിപ്പിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ പട്ടീനെ കുളിപ്പിക്കണം, ഓക്കെ? അപ്പം രണ്ടും കൂടെ തോട്ടിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ പതുക്കെ ഫോൺ എടുത്തിട്ടുണ്ട്, എന്ന് കാണിച്ചു തരാവേ. സൈഡ് അപ്പോൾ ദേ തോട്ടിലെത്തി. നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരത്തെ മഴ അത്യാവശ്യം നല്ല മഴയായതുകൊണ്ട് വെള്ളത്തിനൊരു ചെറുതായിട്ടൊരു കലക്കലുണ്ട്. അപ്പോൾ ദേ 3 പേരും അവിടെ നിൽപ്പ് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇടയ്ക്കൊക്കെയാണ് കക്ഷി നമ്മുടെ റോട്ടിനെ കൊണ്ടൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു, ഞാൻ കുക്കിങ്ങിൽ കുറച്ച് തിരക്കാണ്, അപ്പം നിങ്ങൾ തന്നെ പട്ടീനെ കുളിപ്പിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും അപ്പനും മക്കളും കൂടെ തോട്ടിലേക്ക് വന്നു. പിന്നെ ഞാൻ അറിയാണ്ട് പതുക്കെ ഫോണൊക്കെ എടുത്തുകൊണ്ട് വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ ദേ ജാക്കിക്ക് വെള്ളം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് വീട്ടിൽ ഓസിൽ കുളിക്കണതിനേക്കാൾ ഇഷ്ടം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഈ തോട്. ആ തോട്ടിൽ വരുന്ന കേട്ടോ അവൾക്കിഷ്ടം. അങ്ങനെ സമയമുള്ളപ്പോഴൊക്കെ രാവിലെ അങ്ങ് കൊണ്ടുവരും. അപ്പം ഈ കഴിഞ്ഞ ദിവസത്തെ ഞാനൊരു വ്ളോഗിലിട്ടായിരുന്നു. ചെറുതായിട്ട് കുഞ്ഞ് പൊടി ടിക്ക് വന്നിട്ട് അവളുടെ മേത്തേക്കൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു അശ്രദ്ധക്കുറവ് കൊണ്ട് ഇവൾ മണ്ണിലൊക്കെ കിടക്കുമ്പം ഇങ്ങനെ ചൊറിച്ചിൽ വരുമ്പം വീട്ടിലേക്ക് കടന്ന് ഉരുളുമായിരുന്നു. അപ്പം ഞങ്ങളത് എന്നിട്ട് വലിയ കാര്യമാക്കിയില്ല, എങ്കിലും പെട്ടെന്ന് തന്നെ കയറി പിടിച്ചു കേട്ടോ. ശരിക്കും നമ്മൾ പശുക്കളെയൊക്കെ വളർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൈസ് ടിക്കാണ്. അപ്പം നല്ല ഹിമാലയയുടെ ഷാമ്പു ആണ് കേട്ടോ. അതിട്ട് മരുന്നൊക്കെ ഓൾറെഡി സ്പ്രെഡ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ തോട്ടിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ദേ ഏട്ടൻ അതിനെ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് ഷാമ്പു ഒക്കെ ഇട്ട് അങ്ങോട്ട് കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കക്ഷി ഇന്ന് ഏതായാലും ഈ ഒരു ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന നമ്മുടെ കുഞ്ഞൻ റോട്ടല്ലാതെ വേറൊരു ഇതിൻ്റെ ക്രോസാണ് കേട്ടോ. അവന് പക്ഷേ ഇതൊന്നും ഇഷ്ടമല്ല. അവനെ കൂടെ കൊണ്ടുവന്ന് അവന് ഭയങ്കര പേടിയാണ്. തോട്ടിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും അവന് ഭയങ്കര ബഹളി കൂടുതലായതുകൊണ്ട് അവന് ഞങ്ങൾ അങ്ങനെ കൊണ്ടുവരാറില്ല കേട്ടോ. അവനെ ഞാൻ വീട്ടിൽ തന്നെ ഓസിട്ട് കുളിപ്പിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ പിന്നെ ഇവള് പാവാണ് കേട്ടോ. ഇവള് എന്ത് അനുസരണയോട് കൂടിയാണെന്ന് നിൽക്കണേ, ഒന്ന് കണ്ടു നോക്കിക്കേ. എന്ത് അനുസരണയല്ലേ. നമ്മളുടെ ശരീരത്തൊന്നും അവർ ഇതാക്കൂല. വളരെ മര്യാദയോടുകൂടി അടുത്ത് നിന്ന് ഒക്കെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ കുളി ഒരു ഗംഭീരമാക്കുവാണ്. അങ്ങനെ പിന്നെ ഈ തോട്ടിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വീടിൻ്റെ അടുത്തുള്ളവരെല്ലാം കുഞ്ഞു പിള്ളേർക്ക് വരെ ഈ തോട്ടിൽ വന്ന് കുളിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു തോടാണ് കേട്ടോ. ഈ തോട്ടിൽ കൂടെ വരുന്ന വെള്ളം നേരെ നമ്മുടെ തൊടുപുഴയാറ്റിലേക്ക് അങ്ങ് പോകുന്ന ഒരു വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജാക്കി ഷാമ്പൂ ഒക്കെ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഇനി നീരാടാൻ അങ്ങോട്ട് ഇറങ്ങുവാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഹസ്ബൻഡ് എന്ത് ചെയ്യണോ ഹസ്ബൻഡിന് കൺസ്ട്രക്ഷൻ വർക്കാണ് കേട്ടോ. കാരണം കക്ഷി എപ്പോഴും നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ എപ്പോഴും പുള്ളീനെ കൂടെ കിട്ടാറില്ല. അപ്പം അതുകൊണ്ട് ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. പുള്ളി എന്താ പറയുക, അങ്ങനെയൊന്നും വ്ളോഗിലൊന്നും അധികം കാണാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഗായ്സ്. വേണ്ടേ അത്രയും ദൂരം വിടല്ലേ, കയ്യിൽ പോവും. ഇറങ്ങി ഇത്തിരി ഇറങ്ങണ്ട, അങ്ങോട്ട് താഴത്തേക്ക് പോകണ്ട കേട്ടോ. അങ്ങനെ ഒരാൾ രാവിലെ തന്നെ കുളിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നീന്തൽ തുടങ്ങി കേട്ടോ. അപ്പോൾ ദേ നിയമോളാണ് മുങ്ങിത്താണ് നീന്തി പോണത്. മുങ്ങാങ്കുഴി ഇട്ട് ചിലപ്പോൾ അവൾ കുത്തിയിരുന്നൊക്കെ നിങ്ങൾ നീന്തി അങ്ങ് പോകും കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ 2 പേരും കുളിയും കൂടെ കഴിഞ്ഞു. അപ്പം അങ്ങനെ എല്ലാവർക്കും ബോറടിച്ചോ ഞങ്ങളുടെ ഈ കൊച്ചു വ്ളോഗ്? എന്തായാലും ഇതൊക്കെ ഒരു രസമല്ലേ. അപ്പം ഇന്ന് രാവിലത്തെ ഡ്യൂട്ടി ഹസ്ബൻഡിൻ്റെയാണ്. പുള്ളി പട്ടീനെ ഒന്ന് കുളിപ്പിച്ചു, ഷാമ്പൂ ഒക്കെ ഇട്ട് തേച്ച് കുളിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ രാവിലെ അടുക്കളയിൽ പണി കഴിയാണ്ട് ഞാൻ പട്ടീനെ തൊടൂല, കുളിപ്പിക്കില്ല എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി ഏതായാലും കൊണ്ടുവന്ന് കുളിപ്പിച്ചു കേട്ടോ. അപ്പോൾ കാണാം.
അങ്ങനെ ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ വീട്ടിലേക്ക് കയറി പോവാണ് കേട്ടോ. എന്താ സുന്ദരിയായോ? കുളിച്ച് സുന്ദരിയായോ? ഓ എൻ്റെ ദൈവമേ, എല്ലാം 3 പേരും കുളിച്ച് രാവിലെ സുന്ദരിയായി, സുന്ദരക്കുട്ടനുമായി. കുളിച്ചാ? ഓ ആ മോന്ത സുന്ദരിയായി, സുന്ദരിയായി, സുന്ദരിയായി. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള കൂട്ടാനൊക്കെ വെക്കാനുള്ള തിരക്കിലായിട്ടോ. ഇന്ന് രാവിലത്തെ കൊച്ചു പണികളൊക്കെ കഴിഞ്ഞ് ഒരു മാമ്പഴ പുളിശ്ശേരി വെക്കാൻ കയറി. ഞാൻ കുറച്ച് തേങ്ങ, കുറച്ച് ജീരകം, നല്ല ഉണക്ക കാന്താരി വെച്ചാണ് കേട്ടോ ഞാൻ ഇന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. മാമ്പഴത്തിലൂടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്, ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മാമ്പഴ പുളിശ്ശേരി പിന്നെ ഞാൻ കുറച്ച് പയർ വിളഞ്ഞ് ഇട്ടിട്ടുണ്ടോ. അപ്പോൾ ആ പയർ കൂടെ പറിച്ചൊരു മെഴുക്കോട്ടിയും കൂടെ ആക്കാൻ വെച്ചു. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ രാവിലെ ഞങ്ങളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കണം. ഇനി കുറച്ച് പയറും കൂടി ഒന്ന് പറിക്കണം. നിയമളെ മടി. അപ്പൊ നിയമക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അവളോട് 2 പയറൊക്കെ പറിക്കണം പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര മടി. അപ്പോൾ നമ്മുടെ പയറൊക്കെ വിളഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞ ദിവസം കുറച്ച് പറിച്ച് ഞാൻ മെഴുക്കോട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പയർ അടുത്തൊരു സ്റ്റെപ്പ് ആയിട്ടുണ്ട്. എന്നാൽ പിന്നെ അതങ്ങ് പറിച്ചില്ലെങ്കിൽ അത് മൂത്ത് പോകും. അപ്പോൾ അതുകൊണ്ട് അതും കൂടി അങ്ങ് പറിച്ച് ഉണ്ടോ. അങ്ങനെ ഇതേ മാമ്പഴ പുളിശ്ശേരിക്കുള്ള അരപ്പൊക്കെ അങ്ങ് ഇട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് വലിയ മാമ്പഴമായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയിരുന്നത്. ആകെ 2 ഇവിടെ ഉണ്ടായിരുന്നു, മൂവാണ്ടനായിരുന്നു. പക്ഷെ നമുക്ക് കുഞ്ഞ് മാമ്പഴമാണ് ഏറ്റവും ബെസ്റ്റ് മാമ്പഴ പുളിശ്ശേരിക്ക് പറ്റിയത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാനൊന്ന് കടുകൊക്കെ പൊട്ടിക്കാൻ പോവാം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും മാമ്പഴത്തിൻ്റെ സീസണൊക്കെ ആയി എപ്പോഴും മാമ്പഴ പുളിശ്ശേരി വെച്ച് കൊടുത്താൽ അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഏട്ടന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടെങ്കിൽ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പുള്ളിയുടെ ഒരു ഫേവറേറ്റ് കറിയാണ് കേട്ടോ. അപ്പം ഞാൻ കൂടുതലും ഇവിടെ വന്ന ശേഷമാണ് കേട്ടോ ഈ മാമ്പഴ പുളിശ്ശേരിയൊക്കെ കൂടുതൽ വയ്ക്കുന്നത്. പിന്നെ എനിക്ക് കുഞ്ഞു മാമ്പഴം കിട്ടുമ്പോഴാണ് സാധാരണ ഞാൻ മാമ്പഴ പുളിശ്ശേരി വെക്കാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് വരുള്ളൂ. പിന്നെ ഏട്ടൻ്റെ നിർബന്ധം കാരണം വലിയ മാമ്പഴമൊക്കെ വെച്ച് ഉണ്ടാക്കി ഞാനങ്ങ് കൊടുത്തു. അങ്ങനെ ശരിക്കും നമുക്കൊരു നുള്ള് ഉലുവയൊക്കെ ഇട്ട് ലാസ്റ്റ് നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്കിട്ട് കാണുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണല്ലേ. ഉച്ചയ്ക്ക് നല്ല ചൂടോടെ ശരിക്കും പറഞ്ഞാൽ നല്ല വൈറ്റ് റൈസിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പം ഇവിടെ ഞാൻ ചിലപ്പോഴൊക്കെ പൊന്നി അരി നമ്മൾ തമിഴ്നാട്ടിലൊക്കെ വെക്കുന്ന അരി ഉണ്ടല്ലോ അത് കൂടുതലും വെക്കാറുണ്ട്. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതേ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയായി. ഇനി നമുക്ക് അച്ചിങ്ങയും കൂടെ മെഴുക്കുവരട്ടി വെക്കണം. ശരിക്കും മാമ്പഴത്തിൻ്റെ 2 മൂവാണ്ടൻ മാങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മൂവാണ്ടൻ മാങ്ങ നമ്മൾ കറി വയ്ക്കുമ്പം പെട്ടെന്ന് അതിങ്ങനെ എന്താ പറയുക ചെറിയ നാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ അലുത്തും. അപ്പോൾ ഞാൻ ഒരുപാട് വേവിച്ചില്ല. അപ്പം മാമ്പഴ പുളിശ്ശേരി വേറെ മാമ്പഴം ഒന്നുമില്ല, അതുകൊണ്ട് തട്ടിക്കൂട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചത്. എങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ചെറിയൊരു മെഴുക്കോട്ടയും കൂടെ തട്ടിക്കൂട്ടി ഒന്ന് കുളിക്കാൻ പോകണം. അപ്പം നമ്മുടെ പയർ ഇന്ന് എനിക്ക് കുറച്ചാണ് കേട്ടോ കിട്ടിയത്. പിന്നെ ഈ പച്ചപ്പയർ എനിക്ക് ഇവിടെ മേടിച്ചത് കൊണ്ടിരുന്നു. അപ്പം ഞാൻ ഈ ഒരു കനത്തിൽ അരിയുവാണ്. പിന്നെ ഇന്നത്തെ ഒരു 3-4 എന്താ പറയുക ഇതൊരു പേര് മറന്നുപോയല്ലോ, നമ്മുടെ അയിലയുടെ തന്നെ വേറൊരു ടൈപ്പാണ് കേട്ടോ. ഞാൻ പേര് മറന്നുപോയി. അയിലക്കണ്ണി അങ്ങനെ എന്താണ്ടാണ് പേര് കേട്ടോ. എന്നിട്ടുണ്ടല്ലോ ഈ ഒരു എന്താ പറയുക കണ്ടോ ഒരു ചെറിയ ഇടവിട്ട് കേട്ടോ അതിൻ്റെ പയർമണികളെല്ലാം. അപ്പം ഞാൻ ആ പയർമണികളുടെ ഇടവിട്ട് ഞാൻ അരിഞ്ഞ് മെഴുക്കുവരട്ടി ആക്കണത് കേട്ടോ. ഒരു നുള്ള് മെഴുക്കുവരട്ടി മതിയല്ലോ. അപ്പം ഇതാണ് ഞാൻ പറയുന്നത്, കൊച്ചു കൊച്ചു കറികളൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ എന്താ പറയുക നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ചെറിയ പുഴു പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് മരുന്നൊക്കെ ഒന്ന് ഒഴിച്ചൊക്കെ കൊടുത്തു, പുഴുക്കേടൊക്കെ ഒന്ന് മാറാൻ കേട്ടോ. ഇനിയിപ്പം തൊട്ടടുത്ത അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിക്ക് കുറച്ച് തോട്ടി നമുക്ക് വലിയൊരു തോട്ടി ഉള്ളതുകൊണ്ട് ആൻറ്റിയുടെ തെങ്ങ് കുഞ്ഞ് തെങ്ങാട്ടോ. അപ്പം ആൻറ്റിക്ക് തെങ്ങയൊന്ന് ഇട്ട് കൊടുക്കാൻ സഹായിക്കാമോ എന്ന് ചോദിച്ചു. ഇന്നലെ ഞങ്ങൾ ഇട്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്നിപ്പം അത് അപ്പടി ഉണങ്ങിയ തേങ്ങ ആയതുകൊണ്ട്
കുറച്ച് ഇച്ചിരിയും കൂടെ ഒരു പാകത്തിന്. ഇപ്പോൾ ചക്കയൊക്കെ പുഴുങ്ങുമ്പോൾ നമുക്ക് ഉണക്കത്തേങ്ങയെക്കാളും നല്ലത് എന്താ പറയുക, കുറച്ച് പച്ചത്തേങ്ങയല്ലേ. അപ്പം കുറച്ച് പച്ചത്തേങ്ങ ആൻറ്റിക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതാ പിന്നെ ഞങ്ങൾ ആ തേങ്ങയൊക്കെ ഒന്ന് വലിച്ചു കടിക്കാൻ പോകാം കേട്ടോ രാവിലെ. എന്നാണ് സൗണ്ടൊക്കെ വല്ലാണ്ടായി. എനിക്ക് പൊതുവേ അച്ചിങ്ങ മെഴുക്കുവരട്ടി, ബീൻസ് മെഴുക്കുവരട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മെഴുക്കുവരട്ടി ഭയങ്കര ഇഷ്ടമാണ്. തോരനേക്കാൾ ഇഷ്ടം മെഴുക്കുവരട്ടിയൊക്കെ തന്നെയാണ് കേട്ടോ. ഒരു നുള്ളു മെഴുക്കുവരട്ടി, ഇനിയിപ്പോൾ വേറെ നമുക്ക് കൂട്ടാനൊന്നും ഇല്ലെങ്കിലും ഒരു കുറച്ച് മെഴുക്കുവരട്ടി, ഒരു ഇച്ചിരി മാങ്ങച്ചാറോ ഒക്കെ ആണെങ്കിലും മതി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെയാണെങ്കിലും നല്ല ചൂടോടെ ചോറിലൂടെ അതായാലും മതി. അതിന് പ്രത്യേകിച്ച് ഇന്ന കറികൾ വേണമെന്നോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. കാരണം ഞങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഞങ്ങളൊക്കെ കുഞ്ഞുനാൾ തൊട്ട് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ജനിച്ചു വളർന്ന നാടാണ് കേട്ടോ ഈ മറയൂർ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ വെച്ച് നല്ല ഈ തമിഴന്മാരൊക്കെ ഉള്ള നല്ല പച്ചക്കറികളൊക്കെ നടും. ഞങ്ങളുടെ പറമ്പിൽ ഞങ്ങൾ നടാറുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫ്രഷ് പച്ചക്കറികളൊക്കെ കാലത്ത് അവിടെയൊക്കെ നല്ല തണുപ്പ്. ഇന്ന് നമുക്ക് തണുപ്പ് കുറവാണ്. അപ്പം ഞങ്ങൾക്കിപ്പോൾ അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എല്ലാ മുറികളിലും ഫാനൊന്നുമില്ല, എല്ലാ മുറികളിലും ഇല്ല കേട്ടോ, ഫ്രിഡ്ജില്ല. അപ്പം നമ്മൾ പച്ചക്കറികളൊക്കെ നിലത്ത് നമ്മളിങ്ങനെ ചാക്കുണ്ടല്ലോ, ചാക്കിൽ നമ്മളിങ്ങനെ നിലത്തേക്ക് തന്നെ പച്ചക്കറികളൊക്കെ നമ്മൾ ഇട്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കധികം പച്ചക്കറികളൊന്നും ചീത്തയാവില്ല. നല്ല ഫ്രഷ് ബീൻസ്, പയർ ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കും. അത്യാവശ്യം കുറച്ച് പച്ചക്കറികൾ മാത്രം കേട്ടോ. ഞങ്ങൾ ടൗണിൽ നിന്നൊക്കെ ചന്ത എന്ന് പറയും, മറയൂർ ചന്ത എന്ന് പറഞ്ഞാൽ അവിടെ ഈ തമിഴന്മാർ എന്ത് ചെയ്യുന്ന അറിയാമോ, റോഡിൻ്റെ രണ്ട് സൈഡിൽ ഇവർ പച്ചക്കറിയൊക്കെ ഇട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞായറാഴ്ച ഞങ്ങളിങ്ങനെ ഒരു ബിഷോപ്പറൊക്കെ അല്ലെങ്കിൽ സഞ്ചിയൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പോകും അമ്മയുടെ കൂടെ പച്ചക്കറിയൊക്കെ മേടിക്കാൻ പോകും. എന്നിട്ടൊരു നിറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടുണ്ടോ. അന്ന് ഒത്തിരി വിലക്കുറവാണ്. അപ്പം ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചുകൊണ്ടിരുന്ന പൈനാപ്പിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു നല്ല രസമായ ഒരു ലൈഫായിരുന്നു കേട്ടോ. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ മറയൂർ പോയെങ്കിൽ എനിക്ക് ഒത്തിരി ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ജനിച്ച് വളർന്ന വഴികളും കാര്യങ്ങളെല്ലാം ഇങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തി ഞങ്ങളിങ്ങനെ പോന്നു. അപ്പോൾ ശരിക്കും എത്രയൊക്കെയാണ് നമ്മൾ ജനിച്ച് വളർന്ന നാട് സ്ഥലങ്ങൾ ആരും മിസ് ചെയ്യില്ല. എനിക്ക് പലപ്പോഴും സ്വപ്നത്തിൽ ആ ഒരു പ്ലേസാണ് എൻ്റെ സ്വപ്നത്തിലേക്ക് കയറി വരുന്നത്. എനിക്ക് അതിനോട് ഭയങ്കര ഇഷ്ടം തോന്നുന്നത്. കാരണം ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ, ഒരു 10-50 സെൻറ്റെങ്കിലും അവിടെ ഇട്ടിട്ട് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർക്കാറുണ്ട്. എല്ലാം വിറ്റുപോയി, എന്നാലും പോട്ടേലേ. അപ്പം ഇനിയിപ്പം അച്ചിങ്ങയൊക്കെ ഒന്ന് മെഴുക്കുവരട്ടി വെക്കട്ടെ, മീനും കൂടെ വറുത്തിട്ട് നമുക്ക് കുളിക്കാൻ പോവാം. അപ്പോൾ അതേ അച്ചിങ്ങയൊക്കെ ഏകദേശം നന്നായിട്ട് മെഴുക്കുവരട്ടി ആക്കി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഒലന്ന് വരണം കേട്ടോ, എന്നാൽ ഒത്തിരി ഉണങ്ങി പോകരുത്. അത്യാവശ്യം ഒരു പച്ച നിറമൊക്കെ വേണം, എന്തെങ്കിലും നമുക്ക് ആ മെഴുക്കുവരട്ടി കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരുപാട് നേരം നമ്മൾ മെഴുക്കുവരട്ടി മൂടി വയ്ക്കാൻ പാടില്ല. ഒരിച്ചിരി നേരം നല്ലപോലെ തീയിൽ മൂടി വെച്ച ശേഷം നമ്മൾ പിന്നെ തുറന്ന് വയ്ക്കണം കേട്ടോ. ഇനിയിപ്പം മീനുമൊക്കെ ഒന്ന് വറുത്ത്, പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ഇലയുടെ 2 ഉണ്ടായിരുന്നു കേട്ടോ. ഞാനതൊന്ന് ചൂടാക്കി ഒരെണ്ണം കഴിച്ചിട്ട് എന്നാൽ കുളിക്കാനൊക്കെ പോകാമെന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഗായ്സ്, അപ്പോൾ എൻ്റെ ഉച്ചത്തെ കൂട്ടാനൊക്കെ ഇതൊക്കെ തന്നെയാണ്. ഈ അടുക്കളപ്പണി ഏകദേശമൊക്കെ തീർന്നു കേട്ടോ. ഇനി അടുത്ത പരിപാടി കുറച്ച് തേങ്ങ ഇടാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഇങ്ങനെ ഒന്ന് വലിച്ച് ചാടിക്കണം. പിന്നെ ഉണ്ട് കേട്ടോ, ഇപ്പോൾ ഇന്നലത്തെ കാലാവസ്ഥ കണ്ടില്ലേ, ഇന്നലെ നല്ല മഴയില്ലായിരുന്നോ. അപ്പോൾ അങ്ങനെ തേങ്ങയ്ക്ക് ഇടാൻ വേണ്ടി തോട്ടിയൊക്കെ ആയി ഞാൻ തെങ്ങിൻ്റെ ചോട്ടിലേക്ക് എത്തി. കൊച്ചു തെങ്ങാണെന്നേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെ തോട്ടിയും കൊണ്ട് ചാടിക്കാവുന്നുള്ളൂ. അപ്പം നമ്മൾ ശരിക്കും ഒരാളെ നിർത്തിയിട്ട് കുഞ്ഞു തെങ്ങാണെങ്കിലും വലിയ തെങ്ങാണെങ്കിലും 100 രൂപ കൊടുക്കണം. പിന്നെ ചിലർ 2 തേങ്ങയും കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഇത് കൊച്ചു തെങ്ങായതുകൊണ്ട് നമ്മുടെ തോട്ടി വലുതായതുകൊണ്ട് നമുക്ക് തന്നെ ചാടിക്കാവുന്ന രീതിയിലാണ് കേട്ടോ തേങ്ങ കിടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.